എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് 20 ഡേയ്സ് ചലഞ്ചിൽ ഇന്ന് നമ്മുടെ 18ാമത്തെ ദിവസമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഫിസിക്സായി റിലേറ്റ് ചെയ്യപ്പെട്ട പ്രവൃത്തിയും ഊർജ്ജവും ബലവും ചലനവും ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, വിവിധ തരം ബലങ്ങൾ, ഊർജ്ജ മാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ ഈ ഒരു MCQ സെക്ഷനിലൂടെ ആയിരിക്കും പഠിക്കുന്നത്. ഇനി 2 സെക്ഷനും കൂടിയേ നമുക്കുള്ളൂ അല്ലേ. ഇന്ന് 18ആയി, 19ഉം 20ഉം 2 സെക്ഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഈ 20 ഡേയ്സ് MCQ ചലഞ്ച് കംപ്ലീറ്റ് ആവുകയാണ്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക് വൈസ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അദിശ അളവ് സ്കാലാർ ക്വാണ്ടിറ്റി അല്ലാത്തത് എന്നതാണ് ചോദ്യം. ഓക്കെ, സ്കാലാർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണ്? അദിശ അളവ്. അദിശ അളവ് എന്ന് പറയുന്നത് സ്കാലാറാണ്. അതല്ലാത്തത്, അതായത് വെക്റ്റർ ആയിട്ടുള്ളതല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണ്, അല്ലെങ്കിൽ സദിശ അളവ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബലം അല്ലേ, ഫോഴ്സ് ആണ്. ബലത്തിന് എന്തൊക്കെയുണ്ട്? അളവുമുണ്ട്, ദിശയുമുണ്ട്. അതുകൊണ്ട് അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ബാക്കിയുള്ള മാസ്, അതോടൊപ്പം തന്നെ പിണ്ഡം, പ്രവൃത്തി, ഊർജം. മാസ്, വർക്ക്, എനർജി അല്ലേ, അത് ദിശയില്ലാത്തതിനാൽ അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് ഓർത്തിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് കൈവരുന്ന ഊർജം, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് കൈവരുന്ന ഊർജത്തെ എന്ത് വിളിക്കുന്നു? അത് സ്ഥിതികോർജ്ജമാണല്ലേ. സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ കൊണ്ട് കൈവരുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം ഇപ്പം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിനോ അല്ലെങ്കിൽ വലിച്ചു നീട്ടിയ ഒരു വസ്തുവിനോ, ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സ്ഥാനമോ അവസ്ഥയോ കാരണം ഈ ഊർജ്ജം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ കൈനറ്റിക് എനർജി എന്താ? അത് ഒരു വസ്തുവിൻ്റെ ചലനം മൂലം ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ചലനം മൂലം അതിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് കൈനറ്റിക് അല്ലെങ്കിൽ ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽ എനർജിയോ രാസോർജ്ജമോ, അത് രാസപ്രവർത്തനങ്ങൾ വഴി ലഭ്യമാകുന്ന ഊർജ്ജം, അതാണ് രാസോർജ്ജം. യാന്ത്രികോർജ്ജമോ അത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അത് ഗതികോർജ്ജത്തിൻ്റെയും സ്ഥിതികോർജ്ജത്തിൻ്റെയും രണ്ടിൻ്റെയും ആകെ തുകയാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ന്യൂട്ടൻ്റെ 1ാം ചലന നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഇത് ജഡത്വ നിയമം എന്നും അറിയപ്പെടുന്നു, ലോ ഓഫ് ഇനേഷ്യ. ഓക്കെ, ഈ നിയമം ബലത്തിൻ്റെ അളവ്, ഡെഫിനിഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് നൽകുന്നു എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ നൽകുന്നു അല്ലെങ്കിൽ നിർവചനം നൽകുന്നു. ഓക്കെ, 1ാം ചലന നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ, 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം ജഡത്വ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ എങ്ങനെയാ വസ്തുക്കൾ തങ്ങളുടെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ തുടരുവാനുള്ള പ്രവണത, അതാണ് ലോ ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ജഡത്വ നിയമം എന്ന് അറിയപ്പെടുന്നത്. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാ. കാരണം എന്താണ്? 1ാം ചലന നിയമം ബലത്തിൻ്റെ നിർവചനം മാത്രമാണ് നൽകുന്നത് അല്ലേ. ബലത്തിൻ്റെ അളവ് അഥവാ മാഗ്നിറ്റ്യൂഡ് നൽകുന്നത് 2ാം ചലന നിയമത്തിലാണ്. ബലത്തിൻ്റെ അളവിനെ പറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനെ പറ്റി പറയുന്നത് എവിടെയാണ്? സെക്കൻഡിലാണ്. 1ാമത്തേൽ എന്താ പറയുന്നുള്ളൂ? 1ാം ചലന നിയമത്തിൽ ബലത്തിൻ്റെ നിർവചനം, ഓക്കെ, അതായത് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ മാത്രമേ നൽകുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ നൽകുന്നില്ല. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, റോക്കറ്റ് വിക്ഷേപണത്തിന് പിന്നിലെ തത്വം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോക്കറ്റ് വിക്ഷേപണം അത് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അല്ലേ. 3ാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അല്ലെ. ആക്ഷൻ ഈക്വൽ റിയാക്ഷൻ, അതാണ് കേട്ടോ. ഇപ്പോൾ റോക്കറ്റിൽ നിന്ന് വാതകങ്ങൾ പുറത്തോട്ട് തള്ളുമ്പോൾ എന്ത് ചെയ്യുന്നു? റോക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നു. അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അത് ന്യൂട്ടൻ്റെ 3rd ലോ ഓഫ് മോഷനിലാണ് പറയുന്നത്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ് കേട്ടോ. എർഗ്. ഇനി പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? അത് ജൂളാണ് കേട്ടോ. ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. CGS ആണ് എർഗ്, ഓർത്തിരിക്കുക. ഇനി ന്യൂട്ടൺ എന്തിൻ്റെയാ? അത് ബലത്തിൻ്റെ അല്ലെ, ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. വാട്ട് എന്ന് പറയുന്നതോ
പവറിൻ്റെ SI യൂണിറ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരു കുതിരശക്തി എന്നാൽ എത്ര വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്? 746 വാട്ടാണ്. 746 വാട്ടാണ്. ദെൻ ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ രൂപമാറ്റം ഏതാണ്? ഡൈനാമോയിൽ ഏതാണ്? യാന്ത്രികോർജം, വൈദ്യുതോർജ്ജമാകുന്നു അല്ലേ? ജനറേറ്റർ അതിലെങ്ങനെയാണ്? അല്ലെങ്കിൽ ഡൈനാമോ യാന്ത്രികോർജം, അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അപ്പോൾ വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ദെൻ വസ്തുവിൻ്റെ പിണ്ഡവും പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം അറിയപ്പെടുന്നത് എന്താണ്? വസ്തുവിൻ്റെ പിണ്ഡം അല്ലേ, പിണ്ഡവും പ്രവേഗം, അതായത് വെലോസിറ്റി, മാസും വെലോസിറ്റിയും അതിൻ്റെ ഗുണനഫലം അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, മൊമെൻറ്റം, ആക്കം അല്ലേ, ആക്കം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി, ഓർത്തിരിക്കാം. ബലത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ബലം ഒരു സദിശ അളവാണ്. ദെൻ പ്രകൃതിയിലെ ഏറ്റവും ബലമേറിയ അടിസ്ഥാന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ. ബലം എന്ന് പറയുന്ന ഒരു സദിശ അളവാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ. എന്നാൽ പ്രകൃതിയിലെ ഏറ്റവും ബലമേറിയ ബലം ഏതാണ്? ബലമേറിയ അടിസ്ഥാന ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലമാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ബലമാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ബലം. ഏറ്റവും ദുർബലമായതാണ് ഇത്? ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ, രണ്ടാമത്തേത് തെറ്റാണ്. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആഞ്ഞു വീഴാൻ കാരണം ഏതാണത്? അത് ചലന ജഡത്വമാണ് കേട്ടോ. എന്താണ്? ചലന ജഡത്വം. അതായത് ബസ്സിലിരിക്കുമ്പോൾ യാത്രക്കാരൻ ബസ്സിനൊപ്പം ചലനാവസ്ഥയിലാണ്. ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ശരീരത്തിൻ്റെ താഴ്ഭാഗം നിശ്ചലമാവുമെങ്കിലും മുകൾ ഭാഗം എങ്ങനെയാണ്? ചലനത്തിൽ തുടരാൻ ശ്രമിക്കുന്നതാണ് കാരണമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി 1 കിലോഗ്രാം ഭാരം എന്നാൽ ഏകദേശം എത്ര ന്യൂട്ടനാണ്? എത്ര ന്യൂട്ടനാണ്? 1 കിലോഗ്രാം ഭാരം എത്ര ന്യൂട്ടനാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് 9.8 ന്യൂട്ടൺ അല്ലേ. ഭാരം എന്ന് പറയുന്നത് എന്താ? ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ഒരു ഗുരുത്വാകർഷണ ബലം അല്ലേ. ന്യൂട്ടൺ ആണ് ഈ ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത്, ഇലക്ട്രിക് ബൾബ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന പ്രധാന ഊർജ്ജമാറ്റം. ഇലക്ട്രിക് ബൾബ് എങ്ങനെയാണ് വരിക? വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു അല്ലേ. ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫിലമെന്റ് ചൂടായിട്ടാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ അവിടെ പ്രകാശത്തോടൊപ്പം എന്തുണ്ടാവുന്നുണ്ട്? താപവും ഉണ്ടാകുന്നു. ഒരു വസ്തുവിൻ്റെ പിണ്ഡം എവിടെയാണ് പൂജ്യമാകുന്നത്? പിണ്ഡം അഥവാ മാസ് എവിടെയാണ്? എപ്പോഴും നമ്മൾ ഇംഗ്ലീഷും മലയാളവും പഠിക്കുക കേട്ടോ. അതായിരിക്കും ടേംസ്, ഇങ്ങനെയുള്ള ടേംസ് ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ എന്ത് ചെയ്യുക? ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ മലയാളവും ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പിണ്ഡം എവിടെയാണ് പൂജ്യമാകുന്നത്? പിണ്ഡം ഒരിക്കലും പൂജ്യമാകില്ല അല്ലേ. എന്തുകൊണ്ടാണത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അല്ലേ, അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിൽ എവിടെയും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇനി ഭാരം വേണമെങ്കിൽ എന്താവാം? പൂജ്യമാവാം കേട്ടോ. ഭാരം പൂജ്യമാവാം, പക്ഷെ പിണ്ഡം അത് മാറില്ല. ഘർഷണ ബലത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. ഫ്രിക്ഷൻ. ഓക്കെ. ഘർഷണം എപ്പോഴും ചലനത്തിന് എതിരായി പ്രവർത്തിക്കുന്നു. ഉരസുന്ന പ്രതലങ്ങളുടെ പരപ്പളവ് കൂടുന്നത് ഘർഷണം വർദ്ധിപ്പിക്കില്ല. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള, അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? രണ്ടും ശരിയാന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? ഘർഷണം എപ്പോഴും ചലനത്തിനെതിരായി പ്രവർത്തിക്കുന്നു അല്ലേ. അതായത് ഒരു വസ്തു ഒരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ തുടങ്ങുമ്പോഴോ ആ ചലനത്തെ പ്രതിരോധിച്ച് വിപരീത ദിശയിലാണ് ഇത് ഘർഷണബലം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണെന്ന് പറയാം. ഇനി ഉരസുന്ന പ്രതലങ്ങളുടെ പരപ്പളവ് കൂടുന്നത് ഘർഷണം എന്ത് ചെയ്യില്ല? വർദ്ധിപ്പിക്കില്ല അല്ലേ. അപ്പോൾ അതും ശരിയാണ്. ഇപ്പോൾ ഉരസുന്ന പ്രതലങ്ങളുടെ വലിപ്പമോ അല്ലെങ്കിൽ ആ സമ്പർക്ക തലമോ എത്രയാണെന്നത് ഘർഷണ ബലത്തെ ബാധിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അവിടെ ഭാരവും ആ പ്രതലത്തിൻ്റെ സ്വഭാവവും മാത്രമാണ് ഘർഷണത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, തുണി അലക്കുന്ന യന്ത്രം വാഷിംഗ് മെഷീൻ, അതായത് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്ന തത്വം ഏതാണ്? ഏതാത്? അപകേന്ദ്ര ബലം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് കേട്ടോ. സെൻട്രിഫ്യൂഗൽ
അത് ഓർത്തിരിക്കുക. അതായത് വൃത്തപഥത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൽ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് അനുഭവപ്പെടുന്ന ആ വ്യാജബലം അതാണ് അപകേന്ദ്ര ബലം. ഇപ്പോൾ മിക്സി, വാഷിംഗ് മെഷീൻ എന്നിവയൊക്കെ അതിൽ വരുന്നതാണ് അപകേന്ദ്ര ബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ 18 ക്ലാസ്സുകളായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ 18 ദിവസവും കണ്ടാലാണ് നമ്മുടെ സിലബസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആ 18 ദിവസവും ഓരോ ക്ലാസ്സുകൾ വീതം ടോട്ടൽ 20 ദിവസം നിങ്ങൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അതല്ല എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ചോദ്യം, ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് എന്താണ്? ഭാരം അല്ലെ, വെയിറ്റ് അല്ലേ? അതെ, വെയിറ്റ് ആണ് അളക്കുന്നത്. വസ്തുവിൻ്റെ പ്രവേഗ വ്യതിയാന നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അറിയപ്പെടുന്നത് എന്താണ്? ആ പ്രവേഗ വ്യതിയാന നിരക്കിനെ പറയുന്നത് എന്താണ്? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം, പിണ്ഡവും ഭാരവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതേത്? ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. പിണ്ഡം അളക്കാൻ സാധാരണ തുലാസ് ഉപയോഗിക്കുന്നു. ഏതാണ് വരുന്നത്? രണ്ടും ശരിയാണ് അല്ലേ? 2 ഓപ്ഷനും ശരിയാണ്. ഭാരം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്തിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. പിണ്ഡം അളക്കാൻ കോമൺ ബാലൻസ് അല്ലേ ഉപയോഗിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ ദ്രവ്യം അതിൻ്റെ അളവാണ് പിണ്ഡം. അത് സ്ഥലമോ അല്ലെങ്കിൽ ഗുരുത്വാകർഷണമോ മാറുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല കേട്ടോ. 19ാമത്തെ ചോദ്യം, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഭൂമിയുടെ കേന്ദ്രത്തിലെ ഗുരുത്വാകർഷണ ത്വരണം എങ്ങനെയാണ്? 0 ഒരു വസ്തുവിൻ്റെ ഭാരം എന്നത് ഗുരുത്വാകർഷണ ബലത്തെ അല്ലേ ആശ്രയിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിലെത്തുമ്പോൾ വസ്തുവിന്മേൽ എല്ലാ ദിശകളിൽ നിന്നും തുല്യമായ ഗുരുത്വാകർഷണ ബലമായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് പരസ്പരം റദ്ദാക്കപ്പെടുന്നതിനാലാണ് അവിടെ എന്താവുന്നത്? ആ മൂല്യം 0 മാറുന്നത്. ഓക്കെ, ഇനി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കല്ലിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? അത് സ്ഥിതികോർജം അല്ലെ? ഓപ്ഷൻ ബി സ്ഥിതികോർജം. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കല്ലിന് ലഭിക്കുന്ന ആ എനർജിയാണ് നമ്മൾ സ്ഥിതികോർജം എന്ന് പറയുന്നത്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? മൈക്രോഫോണിൽ എന്താ? ശബ്ദ തരംഗങ്ങളെ സ്വീകരിച്ചിട്ട് അത് എന്തായി മാറ്റുന്നു? വൈദ്യുത സിഗ്നലുകളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. പ്രവൃത്തി 0 സാധ്യതയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക. പ്രവൃത്തി 0 സാധ്യതയുള്ള നോക്കി, പ്രയോഗിച്ച ബലം 0 സ്ഥാനാന്തരം ബലത്തിൻ്റെ ദിശയ്ക്ക് ലംബമാകുമ്പോൾ. ഏതൊക്കെ വരുന്നത്? രണ്ടും ശരിയായിട്ട് വരും. എന്തുകൊണ്ടാണ്? അതായത് പ്രയോഗിച്ച ബലം 0 എന്ന് പറയുമ്പോൾ ബലം 0 അല്ലെ, ഫോഴ്സ് 0 നമുക്കറിയാം സമവാക്യം പ്രകാരം പ്രവൃത്തിയും എന്ത് ചെയ്യും? വർക്കും എന്ത് ചെയ്യും? 0 ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ബാഹ്യബലങ്ങളൊന്നുമില്ലാതെ ബഹിരാകാശത്ത് ഒരു വസ്തുവിനെ ചലിച്ചുകൊണ്ടിരുന്നാൽ അവിടെ സ്ഥാനാന്തരമുണ്ടെങ്കിലും ബലം 0 പ്രവൃത്തി എന്തായിരിക്കും? 0 അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? ബലത്തിൻ്റെ ദിശയ്ക്ക് ലംബമാകുമ്പോൾ എന്ന് പറയുന്നു അല്ലേ? അതായത് ബലവും സ്ഥാനാന്തരവും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആകുമ്പോൾ അവിടെ 0 ഇപ്പോൾ ഒരാൾ തലയിൽ ചുവടുമായി ഇങ്ങനെ നിരപ്പായ റോഡിലൂടെ നടക്കുവാണ്. ഓക്കെ, അപ്പോൾ അയാൾ പ്രയോഗിക്കുന്ന ബലം മുകളിലോട്ടും അതോടൊപ്പം തന്നെ സ്ഥാനാന്തരം മുന്നോട്ടും അല്ലേ? മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്ഥാനാന്തരം മുന്നോട്ടുമായതിനാൽ അവ തമ്മിലുള്ള കോണെന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 90 ഡിഗ്രി ആണ് അല്ലേ? അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് പറയുന്നത്. രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജം എത്ര മടങ്ങാകും? 4 മടങ്ങ് അല്ലേ? 4 മടങ്ങാണ് ആകുന്നത്. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളുടെ ചലനത്തെ നിലനിർത്തുന്ന ബലം ഏതാണ്? സൗരയൂഥത്തിൽ ഗ്രഹങ്ങളുടെ ചലനത്തെ ഗുരുത്വാകർഷണ ബലം അല്ലേ? സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള പരസ്പര ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹങ്ങളെ അവയുടെ ആ ഒരു ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത്. 25ാമത്തെ ചോദ്യം,
പ്രവൃത്തി ചെയ്യാനുള്ള ശേഷിയെ നമ്മൾ എന്ത് പറയുന്നു? ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് അല്ലേ? പ്രവൃത്തി ചെയ്യാനുള്ള ശേഷി, ഊർജം അഥവാ എനർജി. ഇനി ഈ പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ അത് പ്രവൃത്തി ചെയ്യപ്പെടുന്ന നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലേ? പ്രവൃത്തി ചെയ്യാനുള്ള നിരക്കാണ് പവർ. ബലം എന്താണ്? ഒരു വസ്തുവിനെ തള്ളാനോ അല്ലെ വലിക്കാനോ ഉപയോഗിക്കുന്ന ആ ഊർജം, അതാണ് ബലം എന്ന് പറയുന്നത് അല്ലേ? മർദ്ദം എന്ന് പറയുന്നത് ഒരു ലംബബലമാണ്. യൂണിറ്റ് വിസ്തീർണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലംബബലത്തെ നമുക്ക് മർദ്ദം എന്ന് വിളിക്കാം. അടുത്ത ചോദ്യം, ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. തുല്യ സമയപരിധിക്കുള്ളിൽ പ്രവേഗത്തിലുണ്ടാകുന്ന കുറവിനെ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ SI യൂണിറ്റ് MS ആണ്, MPS ആണ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. ഓക്കെ, ഏതൊക്കെയാണ് ഇതിൽ? ഏതോ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ പ്രസ്താവന മാത്രം അല്ലേ? അതായത് ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറയുന്നത്? പ്രവേഗം കുറയുന്നതിനായി അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടാർഡേഷൻ അല്ലേ, അല്ലെങ്കിൽ മന്ദീകരണം എന്ന് വിളിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം എന്താണ്? അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയേർഡ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരു കുടക്കീഴിൽ നിന്ന് മഴത്തുള്ളികൾ തെറിച്ചു പോകുന്നത് ഏത് ജഡത്വത്തിന് ഉദാഹരണമാണ്? ഏതാണത്? അത് ദിശാജഡത്വം. കുടത്തിരിക്കുമ്പോൾ അതിലെ മഴത്തുള്ളികൾ വൃത്തപഥത്തിന് ആ ഒരു ഇതിൽ നേരെ തെറിച്ചു പോകുന്നത് ദിശ നിലനിർത്താനുള്ള ജഡത്വം മൂലമാണ്. അപ്പം ദിശാജഡത്വം, അല്ലെങ്കിൽ നമ്മൾ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയും കേട്ടോ. എന്താണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ? ഇപ്പോൾ ഒരു നിശ്ചിത ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനദിശ സ്വയം മാറ്റാൻ സാധിക്കാത്ത സ്വഭാവത്തെയാണ് ദിശാജഡത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ കുട കുടിയുള്ളൂ, അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കുടയുടെ വശങ്ങളിലേക്ക് തെറിച്ചു പോകുന്നത് ഈ ജഡത്വം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുട കറങ്ങുമ്പോൾ വെള്ളത്തുള്ളികൾ നേർരേഖയിൽ തന്നെ പോകാൻ ശ്രമിക്കുകയും കുടയുടെ ആ ഒരു പ്രതലമുണ്ടല്ലോ, ആ ഒരു റൗണ്ട്, അവയുടെ ദിശ മാറ്റാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ തുള്ളികൾ എന്ത് ചെയ്യും? പുറത്തേക്ക് തെറിച്ചു പോകും. അടുത്ത ചോദ്യം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ പ്രകാശോർജം ഏതൂർജമായി മാറുന്നു? ഏതാണത്? രാസോർജമായി മാറുന്നു അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ പ്രകാശോർജത്തെ ഗ്ലൂക്കോസ് രൂപത്തിൽ രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ പിണ്ഡം 10 കിലോഗ്രാം ആണെങ്കിൽ ഭൂമിയിൽ അതിൻ്റെ ഭാരം എത്രയായിരിക്കും? എത്ര ന്യൂട്ടൺ ആയിരിക്കും? എത്രയാ? നമ്മൾ ആദ്യം കണ്ടല്ലേ, M×G. അതായത് മാസ് 10 കിലോഗ്രാം ആണെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരുമ്പോൾ എത്രയാവും? 98 ന്യൂട്ടൺ ആണ് വരുന്നത്. ആണല്ലോ? അതെ. അടുത്ത ചോദ്യം, ബലത്തിൻ്റെ സമവാക്യമായ F=ma രൂപപ്പെടുത്തിയത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമത്തിലാണ്? ഏത് ചലന നിയമത്തിൽ നിന്നാണ്? ഏതാണ്? രണ്ടിൽ നിന്ന് മാത്രം അല്ലേ? രണ്ടിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. അതായത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് ഒരു വസ്തുവിലുള്ള ആവേഗ വ്യതിയാനത്തിൻ്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലം ഫോഴ്സിന് നേരിട്ട് അനുപാതത്തിലായിരിക്കും. ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ലൗഡ് സ്പീക്കറിൽ അത് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നല്ലേ? ശബ്ദോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ ലൗഡ് സ്പീക്കറിൽ. അപ്പം ആദ്യം അതെന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്? അത് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ വരുന്നല്ലേ? ആംപ്ലിഫയറിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ സ്പീക്കറിലെ വോയിസ് കോയിൽ എന്ന ആ ചെറിയ അതിലേക്ക് കടത്തിവിടുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? ആ വൈദ്യുത പ്രവാഹം ആ കോയിലിന് ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്പീക്കറിലെ സ്ഥിരകാന്ത അല്ലെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റും കോയിലിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇടപഴകുമ്പോൾ കോയിൽ മുന്നോട്ടും ചലിക്കാൻ തുടങ്ങും. അപ്പോൾ അതവിടെ എന്തായി മാറും? അങ്ങനെ അവിടെ ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നു. ഇപ്പോൾ കോയിലിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ആ ഡയഫ്രം അല്ലെങ്കിൽ ആ ഒരു കോണുണ്ടല്ലോ, അത് അതിവേഗം ചലിക്കുമ്പോൾ ചുറ്റുമുള്ള വായു തന്മാത്രകളിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവിടെ ശബ്ദതരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ എത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം,
ഒരു ആണി ചുവരിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന വലിയ താൽക്കാലിക ബലം ഏതാണ്? ഏതാത്? അത് ഇമ്പൾസീവ് ഫോഴ്സ്, ആഘാത ബലമാണ് കേട്ടോ. ആഘാത ബലം. ഇപ്പോൾ പന്തിനെ അടിക്കുന്നത്, ആണി അടിക്കുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്, ആഘാത ബലത്തിൽ വരുന്നതാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ അടിസ്ഥാന ബലം ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, ഏതാണ്? ഗുരുത്വാകർഷണ ബലം അല്ലെ, ഗുരുത്വാകർഷണ ബലമാണ്. ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കുക. ഉയർന്ന താപനിലയിൽ ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യാവസ്ഥ പ്ലാസ്മയാണ്. രണ്ടും ശരിയാണ് അല്ലേ? മാറ്ററായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ടും ശരിയാണ്. പ്ലാസ്മയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയിലാണ്. ഒരു വസ്തുവിന്മേൽ ബലം പ്രയോഗിച്ചിട്ടും സ്ഥാനാന്തരം സംഭവിച്ചില്ലെങ്കിൽ ചെയ്ത പ്രവൃത്തി എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു, അത് വാന്ന് തോന്നണല്ലേ, പൂജ്യമാണല്ലേ. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അവിടെ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? പൂജ്യമായിരിക്കും. അടുത്ത ചോദ്യം, നീന്തൽക്കാരന് മുന്നോട്ട് നീന്താൻ സാധിക്കുന്നത് ന്യൂട്ടന്റെ ഏത് നിയമം മൂലമാണ്? ഏതാത്? മൂന്നാം നിയമം മൂലം അല്ലെ. നീന്തൽക്കാരൻ കൈകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? വെള്ളത്തെ പിന്നോട്ട് തള്ളുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം വെള്ളം നീന്തൽക്കാരനെ മുന്നോട്ട് തള്ളുന്നു. അടുത്ത ചോദ്യം, സ്ലോട്ടിംഗ് മെഷീനുകളിലും വാഹനങ്ങളുടെ ബ്രേക്കുകളിലും ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് അല്ലേ. ഘർഷണം കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഗ്രീസ്, വെളിച്ചെണ്ണ അല്ലേ, അതൊക്കെ എന്താണ്? ലൂബ്രിക്കൻസ് എന്ന് അറിയപ്പെടുന്നു. ഊർജ സംരക്ഷണ നിയമപ്രകാരം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്? ഊർജം നശിപ്പിക്കുവാനോ നിർമ്മിക്കുവാനോ കഴിയില്ല. പ്രപഞ്ചത്തിലെ ആകെ ഊർജത്തിൻ്റെ അളവ് സ്ഥിരമായിരിക്കും. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണല്ലേ. അതെ, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ സംരക്ഷണ നിയമപ്രകാരം ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. അതുപോലെ പ്രപഞ്ചത്തിലെ ആകെ ഊർജത്തിൻ്റെ അളവ് എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഊർജത്തിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. 39ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിലെ ഭാരത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? എത്രയാ? 1/6 അല്ലേ. 1/6 കുറയുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയുടെ 1/6 ആയതിനാൽ അവിടെ ഭാരവും 1/6 കുറയുന്നു. നമ്മൾ ഈ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസവും കൂടി കഴിയുമ്പോൾ നമ്മൾ ഈ 20 days MCQ ചലഞ്ച് പൂർത്തിയാവും. അത് കഴിഞ്ഞ് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ മാത്സ് PYക്കും കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത 40ാമത്തെ ചോദ്യം നോക്കി. ഡ്രൈവിംഗ് സീറ്റുകളിൽ ഘടിപ്പിക്കുന്ന സേഫ്റ്റി ബെൽറ്റുകൾ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണിത്? ജഡത്വം അഥവാ ഇനേർഷ്യ. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ യാത്രക്കാർ ചലന ജഡത്വം മൂലം മുന്നോട്ട് ആഞ്ഞു വീഴാതെയാണ് ഈ സീറ്റ് ബെൽറ്റുകൾ സംരക്ഷിക്കുന്നത്. വൈദ്യുത സെല്ലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? വൈദ്യുത സെല്ലുകളിൽ ഏത് രൂപത്തിലാണ്? രാസോർജം, കെമിക്കൽ എനർജി അല്ലേ. വൈദ്യുത സെല്ല് ഇപ്പോൾ നമ്മുടെ ബാറ്ററി അല്ലേ, അത് ബാറ്ററികൾ നേരിട്ട് വൈദ്യുതി സംഭരിക്കുകയല്ല ചെയ്യുന്നത്, പകരം അവയ്ക്കുള്ളിലെ രാസവസ്തുക്കളുടെയും ഇലക്ട്രോണുകളുടെയും സഹായത്തോടെ വൈദ്യുതോർജ്ജത്തെ രാസമാറ്റങ്ങൾ വഴി എന്തായി മാറുന്നു? രാസോർജ്ജമാക്കി മാറ്റും. അടുത്ത ചോദ്യം, അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും നോക്കി. അഭികേന്ദ്ര ബലം വൃത്തകേന്ദ്രത്തിലേക്ക് നയിക്കപ്പെടുന്നു. അപകേന്ദ്ര ബലം ഒരു വ്യാജബലമാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ് അല്ലേ. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അഭികേന്ദ്ര ബലം സെൻട്രിപെറ്റൽ, അപകേന്ദ്ര ബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലം വൃത്തകേന്ദ്രത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതായത് ഒരു വസ്തു വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വസ്തുവിനെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന യഥാർത്ഥ ബലമുണ്ട്. അതാണ് അഭികേന്ദ്ര ബലം. ഇതില്ലെങ്കിൽ വസ്തുവിന് വൃത്താകൃതിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങാൻ സഹായിക്കുന്നത് അല്ലെ ഗുരുത്വാകർഷണ ബലം നൽകുന്ന അഭികേന്ദ്ര ബലമാണ്. ഇനി അപകേന്ദ്ര ബലം അതൊരു വ്യാജബലമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്
അത് ഭ്രമണം ചെയ്യുന്ന ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു നിരീക്ഷകന് വൃത്തകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നതായി അനുഭവപ്പെടുന്ന ആ ബലത്തെയാണ് നമ്മൾ അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ബാഹ്യബലം നിലവിലില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വസ്തുവിൻ്റെ ജഡത്വം മൂലം അനുഭവപ്പെടുന്ന ഒരു തോന്നലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വസ്തു പ്രവൃത്തി ചെയ്യാൻ എടുക്കുന്ന നിരക്ക് അറിയപ്പെടുന്ന റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ആ നിരക്കിനെ എന്ത് പറയുന്നു? ആദ്യം നമ്മൾ പറഞ്ഞതാണല്ലേ റിലേറ്റഡ് ഫാക്റ്റിൽ, അത് പവർ എന്നാണ് അറിയപ്പെടുന്നത്. പവർ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ അടിസ്ഥാന ബലം ഏതാണ്? അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അല്ലേ? ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. നാലാമത്തേത് ഏതാ? പ്ലാസ്മയാണ് കേട്ടോ. ഒരു ഫാൻ ഓഫ് ചെയ്ത ശേഷവും കുറച്ച് സമയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതുകൊണ്ടത്? ഇനേർഷ്യ ഓഫ് മോഷൻ അഥവാ ചലന ജഡത്വം മൂലമാണ് അല്ലേ? ചലന ജഡത്വം. ഇനി സ്ഥിതികോർജത്തിൻ്റെ സമവാക്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാ? ഓപ്ഷൻ എ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് അല്ലേ? 48. ഒരു അത്ലറ്റ് ഓടി വന്ന് ചാടുന്നത്, അതായത് ലോങ് ജമ്പ്, നീളം കൂട്ടാൻ സഹായിക്കുന്നത് ഏത് നിയമം വഴിയാണ്? ഏതാണത്? അത് ചലന ജഡത്വം വഴി. എന്തുകൊണ്ടാണ്? ഓടി വരുമ്പോൾ ലഭിക്കുന്ന ചലന ജഡത്വം അത്ലറ്റിനെ ആ കൂടുതൽ ദൂരത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ സദിശ അളവ് ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി, സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അതെ, സ്ഥാനാന്തരത്തിന് എന്തൊക്കെയുണ്ട്? ദിശയുമുണ്ട്, അളവുമുണ്ട്. ദൂരം, സമയം, പിണ്ഡം എന്നിവ അദിശ അളവുകളാണ്. ലാസ്റ്റ് ചോദ്യം. താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത് ഏതാ? സ്റ്റീം എഞ്ചിൻ അല്ലേ? നീരാവിയുടെ താപോർജ്ജം ഉപയോഗിച്ച് ഇപ്പോൾ ട്രെയിനൊക്കെ ചലിപ്പിക്കുന്ന യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. 50 ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2 ദിവസം കൂടി MCQ ചലഞ്ച് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആവും. പിന്നെയുള്ളത് മാത്സ്, അത് നമുക്ക് PYQയിലൂടെ പഠിക്കാം. താങ്ക് യു.